രാജിവെക്കുക. എന്തിനാ സാർ പ്രതിഷേധിക്കുന്ന ആളുകളെ? രാജിവെക്കുക. എന്തിനാ സാർ പ്രതിഷേധിക്കുന്ന ആളുകളെ? ഇന്ന് മീഡിയ ഗ്രാമത്തോടൊപ്പമുള്ളത് യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസീൻ മജീദാണ്. നമസ്കാരം. നമസ്കാരം. യൂത്ത് കോൺഗ്രസ് നേതാവ് എന്നതിനപ്പുറം ഒരു നല്ലൊരു അധ്യാപകൻ, അതിനോടൊപ്പം തന്നെ കേരളം അറിയപ്പെടുന്നത് മറ്റൊരു രീതിയിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമാനത്തിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ആക്രമിച്ചു എന്ന് പറയുന്നതിലെ ഒന്നാം പ്രതി ഫർസീൻ മജീദ് ഇപ്പോൾ വീണ്ടും ആ കേസ് പൊങ്ങി വന്നിരിക്കുകയാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. അത് നമുക്ക് ഫർസീൻ മജീദുമായി തന്നെ നേരിട്ട് പങ്കുവയ്ക്കാം. ശരിക്കും 3 വർഷമായിട്ടും ഒരു കുറ്റപത്രം പോലും സമർപ്പിക്കാൻ കഴിയാതെ സർക്കാർ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്നൊരു കേസായി ഫർസീൻ മജീദ് ഉൾപ്പെടുന്ന കേസ് മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന് ആഭ്യന്തര വകുപ്പ് പറയുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധമായിരുന്നു എന്ന് വിദ്യാഭ്യാസ വകുപ്പും പറയുന്നു. ശരിക്കും ഏതായിരുന്നു ശരി? എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഒരു പരമമായ സത്യം ഇതിനിടയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ഈ കേരളത്തിനകത്തെയും ലോകമുറ്റു നോക്കുന്ന മലയാളികൾക്ക് മുമ്പിലും യഥാർത്ഥത്തിൽ സംഭവിച്ചത് കേവലം ഒരു പ്രതിഷേധമായിരുന്നു എന്നുള്ളത് കൃത്യമായ ബോധ്യമുണ്ട്. പക്ഷേ അതിനെ ഇന്നും വളച്ചൊടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ വധിക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്, മുഖ്യമന്ത്രിയെ വധിക്കാൻ വേണ്ടിയിട്ടാണ് വിമാനത്തിനകത്ത് കയറിയിരിക്കുന്നത് എന്നൊക്കെ വളച്ച് അത് ഒരു തരത്തിൽ പോലീസിനെ കൊണ്ട് അന്വേഷിച്ചിട്ട് എവിടെയും എത്താത്ത സാഹചര്യത്തിലെത്തുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ദ്രോഹിച്ച് മുന്നോട്ട് പോകാനുള്ള നടപടിയാണ് ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്നത്. ശരിക്കും അന്ന് ഫർസീൻ മജീദും കൂടെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും ദേശീയ നേതാക്കന്മാരും ഇപ്പോൾ ഫർസീൻ മജീദ് മട്ടന്നൂരിനടുത്ത് മുട്ടന്നൂർ എന്ന് പറയുന്ന UP സ്കൂളിലെ അധ്യാപകനാണ്. ഒപ്പമുണ്ടായിരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ മട്ടന്നൂരിലെ നേതാക്കന്മാരായിരുന്നു. അങ്ങനെ 3 പേരും പിണറായി വിജയൻ സഞ്ചരിച്ചിരുന്ന വിമാനത്തിൽ വെച്ച് ഒരു പ്രതിഷേധം നടത്തി. അന്ന് LDFന്റെ കൺവീനറായിരുന്ന EP ജയരാജനും മുഖ്യമന്ത്രിക്ക് കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ഗവൺമെന്റ്മാരൊക്കെ ഉണ്ടായിരുന്നു. അത് വലിയൊരു പ്രതിഷേധമായി അല്ലെങ്കിൽ ഒരു വലിയൊരു സംഘർഷത്തിലേക്ക് മാറി. കേരളവും ഇന്ത്യയും ശ്രദ്ധിച്ചൊരു വാർത്തയായി മാറിയിരുന്നു. ശരിക്കും ഫർസീൻ മജീദും കൂട്ടുകാരും അല്ലെങ്കിൽ സഹപ്രവർത്തകരും ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടാണോ ആ യാത്ര ചെയ്തത്? ഒരിക്കലുമല്ല. അങ്ങനെ ഒരു മുൻകൂട്ടി ധാരണയോ മുൻകൂട്ടി ഇന്നത് ചെയ്യണമെന്നുള്ള സാഹചര്യത്തിലൊന്നുമല്ല കയറിയിട്ടുണ്ടായിരുന്നത്. ഞാൻ അന്ന് ഉച്ചവരെ വിദ്യാലയത്തിനകത്ത് ജോലിയിലുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തുകൊണ്ട് മറ്റൊരു ആവശ്യത്തിന് കൂടി വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്തേക്ക് വിമാനത്തിനകത്ത് യാത്ര ചെയ്തത്. അന്ന് കേരളം മുഴുവൻ സ്വർണ്ണക്കടത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ യുവജന സംഘടനകളും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമൊക്കെ ഭരണപക്ഷത്തിനെതിരെയുള്ള സമരവുമായി മുന്നോട്ട് പോയിരുന്നു. അന്നത്തെ സാഹചര്യം ഓർമ്മിക്കുന്നവർക്ക് മുഴുവൻ അറിയാം. കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ കേരളം മുഴുവൻ വലിയ പ്രതിഷേധം അലയടിക്കുമ്പോൾ കണ്ണൂർ ജില്ലയിലെ KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകന്മാരെ പോലീസ് ഒരു തരത്തിൽ വേട്ടയാടുമ്പോഴും മറ്റൊരു തരത്തിൽ DYFIയുടെയും CPMൻ്റെയും ഗുണ്ടകൾ മുഖ്യമന്ത്രിക്ക് കാവലൊരുക്കിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും സഹപ്രവർത്തകന്മാരെ വേട്ടയാടുമ്പോൾ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ അതിനകത്ത് ഒരു പ്രതിഷേധം ഉണ്ടാവണമെന്നുള്ള ചിന്തയുണ്ടായി. അതിന് അടിസ്ഥാനത്തിലാണ് വിമാനത്തിനകത്ത് അങ്ങനെ 2 മുദ്രാവാക്യം കേരളം മുഴുവൻ കണ്ടതാണ്. 2 മുദ്രാവാക്യം പ്രതിഷേധം എന്ന മുദ്രാവാക്യം വിളിച്ചത്. പക്ഷേ ആ പ്രതിഷേധം എന്ന മുദ്രാവാക്യം കേരളം മുഴുവൻ ഏറ്റെടുക്കുകയും ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി വലിയ പീഡനങ്ങൾ അന്ന് മുതൽ അനുഭവിച്ചു വരുന്നു. അത് ഇന്ന് വിദ്യാലയത്തിനകത്തു നിന്നും പിന്നെയും നടപടിക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന തരത്തിലേക്ക് വരെ എത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധത്തിൽ അത് യൂത്ത് കോൺഗ്രസ് അറിഞ്ഞുകൊണ്ടാണ് എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ അന്നത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS ശബരിനാഥൻ ശബരിനാഥ് ഇതിൽ ഉൾപ്പെട്ടു എന്നും അദ്ദേഹത്തെ ഒരു ദിവസം അറസ്റ്റ് ചെയ്തു, പിന്നീട് ജാമ്യത്തിൽ വിട്ടു. ഇന്നും അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ അടക്കം പോലീസ് സ്റ്റേഷനിൽ വെച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളൊരു ആസൂത്രണമൊക്കെ ഇതിൽ കണ്ടത് ഈ സംസ്ഥാന നേതാക്കന്മാരുടെ ഇടപെടൽ തന്നെയാണ്. അത് എങ്ങനെ വന്നു ഇതിൻ്റെ ഇടയിലേക്ക് എന്നാണ് നമുക്കറിയാൻ തോന്നുന്നത്. ഒരു കാരണവശാലും അതിനകത്തൊരു ആസൂത്രിതമായ നീക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇതൊക്കെ കേരളത്തിലെ പോലീസും ഇടതുപക്ഷവും പറഞ്ഞതാണ്. ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ഗൂഢാലോചനയിൽ KS ശബരിനാഥ് ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ
അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞല്ലോ. എന്തുകൊണ്ട് KS ശബരിനാഥനെതിരെ ഒരു കുറ്റപത്രം കൊടുക്കാൻ വേണ്ടി കേരളത്തിലെ പോലീസിന് സാധിക്കുന്നില്ല? ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയല്ലേ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഗൂഢാലോചന കേസിനകത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ച കേസിനകത്തെ പ്രതികൾക്കെതിരെ ഒരു നടപടി ഉണ്ടാവേണ്ടതില്ലേ? അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ കേസിലെ പ്രതികൾക്കെതിരെ ഒരു കുറ്റപത്രം പോലും സമർപ്പിക്കും. അതിലേക്കാണ് വരുന്നത്. അതായത് ഈ ആഭ്യന്തര വകുപ്പ് അന്ന് EP ജയരാജൻ അടക്കമുള്ളവർ, LDFന്റെ കൺവീനർ അടക്കം, ബാക്കിയുള്ള സാക്ഷികളടക്കം പറഞ്ഞത് മുഖ്യമന്ത്രിയെ കരുതി കൂട്ടി വധിക്കാൻ വന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ വധിക്കാൻ, മുഖ്യമന്ത്രി മാത്രമല്ല അദ്ദേഹം ആഭ്യന്തരമന്ത്രി കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തെ വധിക്കാനൊക്കെ വരുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായും കേരളം കാണേണ്ടതാണ്. പക്ഷേ ചെറിയ ചെറിയ കേസുകളിൽ പോലും 90 ദിവസത്തിനകം അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിനകം ഒക്കെ കുറ്റപത്രം സമർപ്പിക്കാറുള്ള ഒരു നിയമവ്യവസ്ഥ ഇവിടെ നിലനിൽക്കുമ്പോൾ, ഇപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒന്നുകിൽ അത് ആഭ്യന്തര വകുപ്പിന്റെ അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിന്റെ പിടിപ്പുകേട്, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ അവരെന്തെങ്കിലും ലക്ഷ്യം വെക്കുന്നുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിനകത്തെ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മളൊക്കെ ആദ്യം മുതലേ പറഞ്ഞു വന്നതുപോലെ സത്യം എന്തായാലും തെളിയും. ആ സത്യം തെളിയാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ചാർജ് ഷീറ്റ് പോലും ഇന്ന് കൊടുത്തിട്ടില്ല എന്ന് പറയാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. കാരണം അതിനകത്ത് ഒരു കഴമ്പുമില്ല. കഴമ്പുണ്ടായിരുന്നെങ്കിൽ പോലീസിന് ഇതിനു മുമ്പ് ചാർജ് ഷീറ്റ് നൽകാമായിരുന്നു. അത് ഇന്ന് വരെ നൽകിയിട്ടില്ല. അതിനകത്ത് എന്തെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തണ്ടേ എന്ന പോലീസിന്റെ നിഗമനത്തിൽ നിന്നാവാം ഒരുപക്ഷെ ഇതിന് ചാർജ് ഷീറ്റ് നൽകാതിരിക്കുന്നത്. അത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമമാണ്. 2, ഇതിനകത്ത് യഥാർത്ഥത്തിൽ ആക്രമിക്കപ്പെട്ടത് ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ സഹപ്രവർത്തകരാണ്. എന്നെയും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് നവീൻ ഉൾപ്പെടെയുള്ള ആളുകളെയും അതിക്രൂരമായി വിമാനത്തിനകത്തിട്ട് മർദ്ദിച്ച് അവശനാക്കി. ഞങ്ങൾ ഒരു പരിധിവരെ ഇനി തിരിച്ചു വരില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഞങ്ങളെ ഇറക്കി വിമാനത്തിനകത്തു നിന്നും അവർ ഇറങ്ങി പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. പ്രിയപ്പെട്ട നവീനെ ഉൾപ്പെടെ മർദ്ദിച്ച് അദ്ദേഹത്തിന്റെ മൂക്ക് അടിച്ച് തകർക്കുകയും രക്തത്തിൽ അദ്ദേഹം കുളിച്ചു കിടക്കുന്ന സാഹചര്യമാണ് അന്ന് ഉണ്ടായിട്ടുള്ളത്. ശരിക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളും അന്നുണ്ടായിരുന്നു. അതായത് EP അടക്കമുള്ളവർ തള്ളിയിടുന്നതൊക്കെ അന്നിൽ ചിത്രത്തിൽ കാണാമായിരുന്നു, അല്ലെങ്കിൽ ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. അതിൽ എന്തെങ്കിലും തരത്തിൽ കേസ് ഉണ്ടായിരുന്നോ? ഇപ്പോൾ CCTV ദൃശ്യങ്ങളും അതുപോലെ തന്നെ വിമാനത്തിലൊക്കെ അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും കേസുണ്ടോ? അല്ല ആ കേസും ഇതുപോലെ നിലനിൽക്കുന്നോ? അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ അടിച്ച് നിലംപരിശാക്കി കിടത്തി ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. 3 പേരെയും വളരെയധികം മർദ്ദിച്ചു. പലർക്കും അതിൻ്റെതായ വിഷമങ്ങൾ ഇന്നും നിലനിൽക്കുന്നു എന്നറിയുന്നു. ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ കേസ് മുന്നോട്ട് പോകാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ താല്പര്യം ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളത് കൂടി നമുക്കത് പരിശോധിക്കാം. ഇതിനകത്ത് ബഹുമാനപ്പെട്ട അന്നത്തെ LDFന്റെ കൺവീനർ, മട്ടന്നൂരിന്റെ MLA കൂടിയായിരുന്ന EP ജയരാജനാണ് ഈ കേസിനകത്ത്, ഞങ്ങൾ നൽകിയിരിക്കുന്ന കേസിനകത്ത് 1-ാം പ്രതി. 2-ാം പ്രതി മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ എന്ന് പറയപ്പെടുന്ന ആളാണ്. 3-ാം പ്രതി മുഖ്യമന്ത്രിയുടെ PA സനീഷാണ്. അന്ന് ഞങ്ങളെ മർദ്ദിച്ച് ഞങ്ങൾ ജയിലിനകത്തുനിന്ന് ജയിൽ മോചിതനായി ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഇവർക്കെതിരെയുള്ള പരാതി കൊടുത്തപ്പോൾ അത് സ്വീകരിക്കാൻ പോലും അന്നത്തെ വലിയതുറ പോലീസ് സ്റ്റേഷനിലെ അധികാരികൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം അങ്ങനെ സമ്മതിക്കാത്തത് കൊണ്ടാണോ കേസെടുക്കാത്തത്? അല്ല അവർക്ക് തന്നെ താല്പര്യമില്ലാത്തൊരവസ്ഥയാണോ? അല്ല, അതിനുശേഷം ഞങ്ങൾ കോടതിയെ സമീപിച്ചു. കോടതി അതിനകത്തുനിന്നും വ്യക്തമായി അന്ന് ഞങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട്, മെഡിക്കൽ കോളേജിനകത്ത് അഡ്മിറ്റ് ആയിട്ടുണ്ട്. രേഖകൾ പരിശോധിച്ചിട്ട് ഇവർക്ക് അക്രമമേറ്റത് പിന്നെ ആകാശത്ത് വെച്ച് എങ്ങനെയാണ് എന്ന് പോലീസിനോട് ചോദിക്കുകയും പോലീസിനകത്ത് മറുപടി ഇല്ലാതാവുകയും ഗത്യന്തരമില്ലാതെ പോലീസ് അവർക്കെതിരെ 307 ഉൾപ്പെടെയുള്ള വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുകയുണ്ടായി. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ എന്ന് പറയുന്ന അനിൽ ഒരു പോലീസുകാരനാണ്. അദ്ദേഹത്തെ ഗവൺമെന്റ് സർവൻ്റാണ്. ഗവൺമെന്റ് സർവൻ്റ് ആയിരിക്കുന്ന അയാളുടെ പേരിൽ പോലും ഇന്നും വധിക്കാൻ ശ്രമിച്ചു, മുഖ്യമന്ത്രിയുടെ ആക്രമിക്കാൻ പോയി എന്ന് പറയുന്ന പ്രതികളെ, ഞങ്ങളെ ആക്രമിച്ച കേസ് അദ്ദേഹത്തിന്റെ പേരിനകത്ത് കിടക്കുമ്പോൾ വകുപ്പ് തലത്തിൽ ഒരു നടപടിയും അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിട്ടില്ല. അതിനുശേഷം നിരവധിയാർന്ന കേസുകളിൽ പ്രിയപ്പെട്ട ഭവ്യന് ഓർമ്മയുണ്ടാവും, ആലപ്പുഴയിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വലിയ അക്രമങ്ങൾ കേരളത്തിനകത്ത് ഉണ്ടായ സമയത്ത് ആലപ്പുഴയിൽ വെച്ചിട്ട് അദ്ദേഹം അവിടുത്തെ പ്രതിപക്ഷ സംഘടന നേതാക്കന്മാരെയും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെയും മർദ്ദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടിയും പത്രമാധ്യമങ്ങളിൽ കൂടിയും നമ്മൾ കണ്ടതാണ്. ലാത്തി ഉപയോഗിച്ച് അദ്ദേഹം ഇറങ്ങി അടിക്കുക. അതിനകത്തും അദ്ദേഹത്തെ പ്രതികർക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നും അദ്ദേഹത്തെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ എന്ന് പറയുന്ന മറ്റുള്ളവരെ ആക്രമിക്കാനുള്ള വടിയുമായി പുറത്തിറങ്ങുന്ന രംഗങ്ങൾ നമ്മൾ മുഴുവൻ കണ്ടതാണ്. അപ്പോൾ
ഇതിനൊക്കെ വേണ്ടിയിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി മുഴുവൻ ഒത്താശ ചെയ്തു കൊടുക്കുകയാണ്. ആ കേസ് ഒന്നുമല്ലാതാക്കാൻ വേണ്ടി മുഖ്യമന്ത്രി കൂട്ടു നിൽക്കുകയാണ്. ഒന്നുമല്ലാതാക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് നേരെ നടന്ന അദ്ദേഹത്തിന്റെ വകുപ്പ് പറയുന്ന ഈ വധശ്രമം എന്നുള്ളത് അദ്ദേഹത്തിന് ഒന്നുമല്ലാതാക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട്? അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാർ കൊടുത്ത കേസ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ അത് തള്ളിക്കളയുന്നു. അത് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ കീഴിലാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെയുള്ള ഒരു വധശ്രമം, അത് വധശ്രമമായാലും പ്രതിഷേധമായാലും ഒരു അസ്വാഭാവികത അതിലുണ്ട്. വിമാനത്തിൽ വെച്ച് ഇപ്പോൾ താഴെയുള്ള മുഖ്യമന്ത്രിയുടെ കഥ നമുക്കറിയാം. താഴെയുള്ള പ്രതിഷേധങ്ങൾ ഭയന്ന് 10-40 വണ്ടികളോടെ സഞ്ചരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അപ്പൊ അദ്ദേഹത്തിന് താഴെ ഭൂമിയിൽ വെച്ചല്ലാതെ ആകാശത്ത് വെച്ചും വലിയ പ്രതിഷേധങ്ങൾ നേരിടുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് വലിയ ഒരു അപകടം സൂചന തന്നെയാണത്. കാരണം അദ്ദേഹം ഒരുപാട് വിമാനയാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സൂചന ലഭിച്ച അവസ്ഥയ്ക്ക് അത് വലിയൊരു കേസാക്കി എടുക്കേണ്ടതല്ലേ? എടുത്തു കഴിഞ്ഞാൽ തന്നെ 3 വർഷവും കുറ്റപത്രമില്ലാതെ എന്തുകൊണ്ട് കുറ്റപത്രം നൽകാതെ പോലീസ് സംവിധാനം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിന് അറിയാനുള്ളത്. അതാണ്, എന്തുകൊണ്ട് കുറ്റപത്രം നൽകാതെ മുന്നോട്ട് പോകുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഒരു ഊതിപ്പേർപ്പിച്ചെടുത്ത ഒരു ബലൂണാണ് ഈ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ 2 വാക്കിൽ വിളിച്ച മുദ്രാവാക്യത്തെ വലിയ അക്രമകാരികളായും വലിയ വധശ്രമമായും ചിത്രീകരിച്ചെടുത്താണ് മുഖ്യമന്ത്രി പരാജയപ്പെട്ടിരിക്കുന്നത്. ഇതിനകത്തെ വിമാനത്തിനകത്ത് വലിയ പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ ആ വിമാനത്തിന്റെ പൈലറ്റ് ഉൾപ്പെടെയുള്ള വിമാനത്തിലെ മറ്റ് ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് വരെ മൊഴി പോലും നൽകിയിട്ടില്ല. അവരെന്തുകൊണ്ട് ആ വിമാനത്തിനകത്ത് ഇത്രയും വലിയ വിഷയം നടന്നിട്ട് ഒരു പോലീസിനൊരു മൊഴി നൽകിയിട്ടില്ല? എന്തുകൊണ്ട് CRPF ഒരു മൊഴി നൽകിയിട്ടില്ല? ഇവരെ മുഴുവൻ ഏജൻസികളെയും വെച്ച് അന്വേഷിപ്പിച്ചല്ലോ. തിരുവനന്തപുരത്തെ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ണൂരിൽ നിന്നൊരു പ്രത്യേക സംഘത്തെ ഇറക്കി ഈ പോലീസിനെ വെച്ച് അന്വേഷിച്ചല്ലോ. എന്തുകൊണ്ട് അന്വേഷണത്തിൽ ഒരു കഴമ്പുമില്ല? അതിനകത്തൊരു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല? അതാണ് ഇതിനകത്ത്. ഇത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് കൃത്യമായി മുഖ്യമന്ത്രിക്ക് അറിയാം, അതിനകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി തന്നെയാണ് ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവുക ഈ കേസ് അവിടെ വെച്ച് അവസാനിപ്പിച്ചെന്നുള്ളതാണ് ഞാനിപ്പോൾ സംശയിക്കുന്നത്. എന്നിട്ടും ഫർസീൻ മജീദ് പ്രധാനമായും 1-ാം പ്രതി, അല്ലെങ്കിൽ അവരുടെ കണ്ണിലെ ഏറ്റവും വലിയ ഒരു കരടായി മാറിയിരിക്കുന്നു. കൂടെയുള്ളവരും അവർക്കനുസരിച്ചുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നുള്ള ഭീഷണിയൊക്കെ ഉണ്ട്. എന്നാലും ഫർസീൻ മജീദിനെ ഈ വേട്ടയാടുന്നു എന്നുള്ളത് ഇപ്പോൾ തുടർച്ചയായി വരുന്ന വാർത്തകളാണ്. അതിൻ്റെ പിന്നിൽ ഈ വിമാനയാത്ര അല്ലെങ്കിൽ വിമാനത്തിലെ പ്രതിഷേധമല്ലാതെ മട്ടന്നൂരാണ് സ്ഥലം, വലിയ ഷുഹൈബിൻ്റെ നാടാണ്, പ്രത്യേകിച്ച് ഷുഹൈബിൻ്റെ സുഹൃത്തൊക്കെയാണ് നിങ്ങൾ. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇതിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്ന് ഫർസീൻ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അങ്ങനെയല്ലാതെ എന്നെ വേട്ടയാടപ്പെടാൻ മറ്റെന്താണ് കാരണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നിരവധിയാർന്ന പ്രതിഷേധങ്ങൾ ഈ രാജ്യത്തും നമ്മുടെ കേരളത്തിലെ സംസ്ഥാനത്തും നടന്നു വരികയാണ്. നടന്നിട്ടും ഇതിനു മുൻപും ഇതിലും വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വിമാനമെന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റിതിനകത്ത് എന്താണ് ഒരു സ്വാഭാവികത എന്നുള്ളതിനകത്ത് ഞാൻ ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ട നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷുഹൈബിൻ്റെ നാട്ടുകാരനായിട്ടുള്ള ഷുഹൈബിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കൊക്കെ ഇന്നും വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് ഷുഹൈബ് ഞങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ളത്. എങ്ങനെയാണ് ഷുഹൈബ് ഇല്ലാതായത് എന്നുള്ളത് ഈ നാടിനകത്ത് കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും അറിയാം. ഇതുപോലെ നാടിനകത്തെ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾക്ക് നാടിനകത്തെ പ്രിയപ്പെട്ടവനായി അവസാനം മരണപ്പെടുന്ന അന്ന് വരെ മറ്റുള്ളവർക്ക്, മറ്റ് രോഗിയായിട്ടുള്ള ആളുകൾക്ക് ബ്ലഡ് പോലും കൊടുത്ത് തിരിച്ചു വരുന്ന വഴിയിലാണ് ഷുഹൈബ് കൊല്ലപ്പെടുന്നത്. അതുകൊണ്ട് എന്താണ് CPM മട്ടന്നൂരിനകത്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് പകല് പോലെ സത്യമാണ്. ഞങ്ങൾ ജനാധിപത്യ രൂപത്തിൽ പ്രവർത്തിച്ചുകൂടാ, നാടിനകത്ത് ആർക്കും നന്മ ചെയ്തുകൂടാ, നാട്ടിലെ ആളുകൾ ഞങ്ങളെ ബന്ധപ്പെട്ടുകൂടാ, ഇങ്ങനെയുള്ള മുഴുവൻ തിട്ടൂരങ്ങളാണ്. ഈ തിട്ടൂരങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകന്റെ ജനാധിപത്യ വിശ്വാസിയുടെ കടമയാണ്. അത് എന്തൊക്കെ തരത്തിൽ ഇവർ വേട്ടയാടി കഴിഞ്ഞാലും ഏതൊക്കെ തരത്തിൽ ഞങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് തുടർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ഇപ്പോൾ ഈ ആഭ്യന്തര വകുപ്പ് ആഭ്യന്തര മന്ത്രിക്ക് നേരെ നടന്ന വലിയൊരു ആക്രമണം എന്ന് അവരുടെ ഭാഷയിൽ പറയുമ്പോൾ ഈ ആക്രമണത്തിന് അവർ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഈ കുറ്റപത്രം നൽകിയിട്ടില്ല എന്നുള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ആഭ്യന്തര വകുപ്പ് വിട്ടു, ആ കേസിനെ അവർ കാര്യമായി എടുത്തില്ല. പക്ഷേ ഫർസീൻ മജീദിനെ വേട്ടയാടണമെന്നും ഭീഷണിപ്പെടുത്തണമെന്നുള്ളതൊക്കെ അല്ലെങ്കിൽ CPMന്റെ കയ്യിൽ അങ്ങനെയുള്ളൊരു ആശയമുണ്ട്. അത് കഴിഞ്ഞ് അവർ ആഭ്യന്തര വകുപ്പിന്റെ കയ്യിൽ നിന്നും മാറിയതിനു ശേഷം ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ചില കാര്യങ്ങൾ. ആ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടിയിൽ ഫർസീൻ മജീദിന് ആശങ്കപ്പെടാൻ വല്ലതുണ്ടോ? അല്ല, ഞങ്ങള് യഥാർത്ഥത്തിൽ ഒരു കോൺഗ്രസ്സുകാരനായി ജീവിക്കുമ്പോൾ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിറവെടുത്തതിന് ശേഷം 1947 വരെ കോൺഗ്രസ്സിന് ഈ രാജ്യത്ത്
മേഖലകളിലേക്ക് കടന്നു വരാൻ സാധിച്ചിട്ടില്ല. ഭരണം ഉണ്ടാവുമോ എന്ന് പോലും പ്രതീക്ഷിക്കാതെയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ മുഴുവൻ സ്വാതന്ത്ര്യ സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് വന്നത്. ആ 47 വരെ അധികാരത്തിന്റെ ഒരു അപകർഷവും നുണയാതെ കോൺഗ്രസ് നേതാക്കന്മാർ ഈ രാജ്യത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ടെങ്കിൽ ഇവരീ നടത്തുന്ന അടിച്ചമർത്തലുകളൊന്നും ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നെയൊന്നും വേദനിപ്പിക്കുന്നില്ല. കാരണം ഇത് മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾ കണ്ടുകൊണ്ടിരിക്കുക. എന്താണ് ഇവർ ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഏതൊക്കെ തരത്തിൽ ദ്രോഹിക്കാൻ പറ്റുമോ ആ തരത്തിലൊക്കെ ദ്രോഹിക്കുകയാണ്. 3 വർഷമായി. ഇതിനിടയിൽ തന്നെ ഒരു 10ഓളം നോട്ടീസുകൾ എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇതിനൊക്കെ മറുപടി നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനമായി ആദ്യം പറഞ്ഞത് മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി ചേർക്കപ്പെട്ടത് കൊണ്ട് എന്നെ സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞത് ആ സസ്പെൻഷൻ മാത്രം പോരാ, തക്കതായ ശിക്ഷ നൽകണമെന്ന് പറഞ്ഞ് എന്നെ പിന്നെ താക്കീത് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വന്നു. പിന്നീട് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചു എന്ന് പറഞ്ഞിട്ട് നിരന്തരമായ അന്വേഷണങ്ങൾ നടത്തി മേലുദ്യോഗസ്ഥന്മാർ പോലും വന്നിട്ട് അന്വേഷണത്തിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് ഇപ്പോൾ ഏറ്റവും അവസാനം കഴിഞ്ഞ മാസം വന്ന് ഒരു അന്വേഷണം കൂടി നടത്തി. അതിനകത്തുനിന്നും ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചട്ടലംഘനം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസ വകുപ്പിനകത്തെ ചട്ടലംഘനം എന്ന് പറയുന്നത്, സ്ഥാപന മേധാവിയുടെ പെർമിഷൻ ഇല്ലാതെ മറ്റ് ഒരു പ്രദേശത്തോട്ട് സഞ്ചരിച്ചു. അതാണ് ഇപ്പോഴത്തെ കുറ്റം എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി എനിക്ക് ലഭിച്ചിരിക്കുന്ന നോട്ടീസിനകത്തെ എന്നെ വിദ്യാഭ്യാസ വകുപ്പിനകത്തു നിന്നും അച്ചടക്ക നടപടി എടുക്കുന്നതിനുണ്ടായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ഇതിനൊക്കെ എന്നെ ഏതൊക്കെ തരത്തിൽ എവിടെയൊക്കെ വേട്ടയാടാൻ സാധിക്കുമോ അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് വിദ്യാഭ്യാസ വകുപ്പിനകത്ത് ഒരു ഏജൻസി ഉണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയെ ആക്രമിച്ചത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചത് പോയി, ആ കാര്യം സർക്കാർ മറന്നു. രണ്ടാമത് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മറന്നു. ഇപ്പോൾ സ്ഥാപന മേധാവിയോട് ചോദിച്ചിട്ടല്ല തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തത് എന്നുള്ള തരത്തിലേക്ക് മാറിയിരിക്കുന്നു ഫർസീനെതിരെയുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും അന്വേഷണങ്ങളും ഒക്കെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഇരുട്ടിൽ തപ്പുന്നൊരു സ്വഭാവമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഒരു നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. പക്ഷേ എന്ത് തലത്തിലേക്ക് ഈ കേസിനെ എങ്ങനെ കൊണ്ട് അവസാനിപ്പിക്കും, അല്ലെങ്കിൽ ഫർസീൻ മജീദിന് ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തിൽ ജോലിയിൽ തുടരാൻ കഴിയാത്തൊരവസ്ഥ വരുമോ? അല്ലെങ്കിൽ നിർബന്ധിതമായി സ്കൂളിലൊക്കെ അധ്യാപകരെയൊക്കെ പിരിച്ചുവിട്ടതൊക്കെ നമുക്ക് ഇതിനു മുമ്പും പല കേസുകളിൽ അറിയാം, ഇത്തരം കേസുകൾ അല്ലെങ്കിലും. അതുപോലെ എന്തെങ്കിലും തരത്തിൽ ജോലിയെക്കുറിച്ച് ആശങ്കപ്പെടാൻ ഉള്ള രീതിയിലേക്ക് ഈ കേസ് കടക്കുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജോലി എന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷനാണ്. അധ്യാപന ജീവിതം എന്ന് പറയുന്നത് അതിനകത്ത് വളരെ താല്പര്യത്തോടു കൂടി കടന്നു വന്ന് എൻ്റെ വിദ്യാലയത്തിനകത്തായാലും മറ്റ് അതിൻ്റെ സമീപ പ്രദേശത്തായാലും കുട്ടികൾക്കിടയിലായാലും ഇടയിലായാലും സ്കൂളിന് വേണ്ടിയിട്ടായാലും എന്നെ കൊണ്ട് കഴിയാവുന്നതിൽ പരമാവധി പ്രവർത്തിച്ചാണ് വിദ്യാലയത്തിനകത്തും അതിന് കുട്ടികൾക്കിടയിലായാലും മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന ഒരു ഭരണകൂടം തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ജോലി നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊന്നും വലിയ വേദനകളൊന്നുമില്ല. കാരണം ഇങ്ങനെ നിരവധിയാർന്ന ആളുകൾ ഇവർക്കെതിരെ സമരം നയിച്ചു, ഇവർക്കെതിരെ സംസാരിച്ചു, മുഖ്യമന്ത്രിക്കെതിരെ, പിണറായി വിജയനെതിരെ നിലകൊണ്ടു എന്നുള്ളതിൻ്റെ പേരിൽ കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ട് നിരന്തരമായി. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ അവസാനിക്കും. ഇതൊക്കെ ഒരു കോംപ്രമൈസ് സ്റ്റോക്ക് ഞാൻ ഇതിനകത്ത് ഏർപ്പെട്ടിരുന്നുവെങ്കിൽ ഇതിന് മുമ്പേ അവസാനിക്കേണ്ടതായിരുന്നു. ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ PA ചെയ്യാതെ മാറിക്കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇവർ അന്നേ വെച്ച് അവസാനിപ്പിച്ചിട്ടുണ്ടാകുമായിരുന്നു. പക്ഷെ ഈ ഒരു പോരാട്ടം ഇത് കേവലം ഒരു ഫർസീൻ മജീദിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമല്ല. ഈ നാടിനകത്ത് ജനാധിപത്യ വിശ്വാസികൾ ഇന്ന് പ്രതിപക്ഷത്ത് ഭരണപക്ഷത്തോ ആരെന്ന് നോക്കാതെ ഭരണപക്ഷത്തിന്റെ നെറുകേടുകൾക്കെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു നല്ല പ്രതിപക്ഷത്തിന്റെ ധർമ്മം. പ്രതിപക്ഷ യുവജന സംഘടനയുടെ നേതാവ് എന്നുള്ള നിലയിൽ ഭരണപക്ഷത്ത് വന്നൊരു വലിയ അഴിമതിയെക്കുറിച്ച് സംസാരിച്ചു എന്നതിന്റെ പേരിൽ അതൊരു അധ്യാപകനായി പോയി എന്നുള്ള ആണ് കാരണമെങ്കിൽ അധ്യാപകന്റെ കടമ അതുകൂടിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നെറുകേടുകൾക്കെതിരെയും നാടിൽ നടക്കുന്ന അരാജകത്വത്തിനെതിരെയും സംസാരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു നല്ല അധ്യാപകനാകാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് എനിക്ക് കൃത്യമായ ഉത്തരമുണ്ട്. അതുകൊണ്ട് ഒരു കോംപ്രമൈസ് ടോക്ക് നടന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അവർ ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് ഇന്ന് എത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ലാതാകുമായിരുന്നു. പക്ഷെ ഷുഹൈബിന്റെ നാട്ടിൽ നിന്ന്, ഷുഹൈബിന്റെ കൊലപാതകങ്ങളുടെ ഇടയിൽ നിന്ന് കടന്നു വരുന്ന ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇവർക്കിടയിൽ കോംപ്രമൈസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ. അത് സുധാകരന്റെ നാട്ടിൽ നിന്നും മറ്റൊരു യുവ നേതാവ് കൂടി നോ കോംപ്രമൈസ് എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഈ കേസുമായി മുന്നോട്ട് പോകുന്നത് എന്ന് വളരെ വ്യക്തമാണ്. ഇതിന് നിങ്ങൾക്ക് അല്ലെങ്കിൽ
താങ്കളുടെ ഈ വലിയ പോരാട്ടത്തിന് യൂത്ത് കോൺഗ്രസിൽ നിന്നും അതുപോലെ നിങ്ങളുടെ സംഘടനയിൽ നിന്നുള്ള സഹായങ്ങളെല്ലാം നന്നായി ലഭിക്കുന്നുണ്ടോ? 100%. പാർട്ടി എന്നുള്ള നിലയിൽ ഒരു പക്ഷെ എന്നെ പ്രൊട്ടക്ട് ചെയ്തതുപോലെ, എനിക്ക് വേണ്ടി സംസാരിച്ചതുപോലെ ഒരു പക്ഷെ കേരളത്തിനിടയിൽ മറ്റാർക്കെങ്കിലും വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളത് വളരെ സംശയമാണ്. കാരണം ഇന്നലെ വരെ എൻ്റെ നാടിനകത്ത് എന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നടപടിക്കെതിരെ വലിയ പ്രതിഷേധങ്ങളും പ്രതിഷേധ യോഗങ്ങളും നടക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ ജീവിക്കുന്നത് മട്ടന്നൂരാണെങ്കിലും കേരളത്തിലെ 61,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഒരു ഇടതുപക്ഷ MLA കേരളത്തിലെ നിയമസഭയിലേക്ക് സമ്മാനിച്ച നാടിനകത്തുനിന്നും വരുന്ന ആളെന്നുള്ള നിലയിൽ മട്ടന്നൂര് മാറുകയാണ്. കാരണം ഇന്നലെ നടന്ന പ്രകടനം പോലും, അതിനകത്ത് പ്രതിഷേധ യോഗം പോലും, അതിനകത്തൊരു കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെന്നല്ല, മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾ CPM-നെതിരെ, CPM-ന്റെ ഈ ടെററിസത്തിനെതിരെയുള്ള പോരാട്ടത്തിന് വേണ്ടി അവരൊക്കെ അതിനകത്ത് പങ്കുചേർന്ന് ഭാഗവാക്കായി നിൽക്കുകയാണ്. ഒരു സമൂഹത്തിന്റെ മുഴുവൻ പിന്തുണ എനിക്കുണ്ട് എന്നാണ് അത് എൻ്റെ നിലവിലത്തെ സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. CPM-ന്റെ വലിയ കിരാത രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു കഠാര രാഷ്ട്രീയം, ആ രാഷ്ട്രീയം നിലനിൽക്കുന്ന ഭൂമികയിൽ സുഹൈബ് എന്ന സുഹൃത്ത് പിടഞ്ഞു വീണ് മരിച്ച ആ ഭൂമിയിൽ, സുഹൈബ് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മട്ടന്നൂരിൽ ഒരു വലിയ പോരാട്ടത്തിനിറങ്ങിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷൻ, കണ്ണൂർ ജില്ലാ ഉപാധ്യക്ഷൻ. പക്ഷേ അദ്ദേഹം നടത്തുന്ന ഒരു പോരാട്ടം എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു സമരം ഒരു മുഖ്യമന്ത്രിക്കെതിരെ സമരം നടത്തി, അദ്ദേഹത്തിൻ്റെ അധ്യാപന ജീവിതത്തിലേക്ക് അത് ബാധിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള പല മുഖ്യമന്ത്രി നേരിട്ട് തന്നെ വലിയ രീതിയിൽ ബലിയാടാക്കാനും അല്ലെങ്കിൽ വലിയ രീതിയിൽ ഒരു ശത്രുവായി കണ്ടുള്ള നീക്കങ്ങളാണ് ഫർസീൻ മജീദിനെതിരെ നടത്തുന്നത്. മട്ടന്നൂരിൽ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ അധ്യാപനം നടത്തുന്ന മേഖലയിൽ വലിയ പിന്തുണയാണ് കുട്ടികളടക്കമുള്ളവർ ആ അധ്യാപകന് നൽകുന്നത്. പക്ഷേ ഈ ഘട്ടത്തിലെല്ലാം ഇങ്ങനെയൊരു നടപടി അല്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രതിഷേധം വേണ്ടായിരുന്നു എന്നുള്ളത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സാഹചര്യവശാൽ നമുക്കൊരു പക്ഷേ നമുക്കൊക്കെ വീടും ജീവിതവും വീട്ടുകാരും ഒക്കെ ഉള്ളതാണല്ലോ. പക്ഷേ അതിനിടയിൽ വലിയ പ്രയാസങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടെങ്കിലും വീടിനകത്തു നിന്നൊക്കെ ആദ്യഘട്ടങ്ങളിൽ എന്തിനാണ് ഇങ്ങനൊരു ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ, പിന്നീട് ആ ഒരു പ്രയാസത്തിനകത്ത് അവരുടെ കൂടെ നിൽക്കുമ്പോഴൊക്കെ ചില ഘട്ടങ്ങളിൽ ഈ വലിയ രൂപത്തിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴൊക്കെ മാനസികമായി സങ്കടം വരാറുണ്ടെങ്കിൽ പോലും നടത്തുന്ന പ്രതിഷേധം അത് ഈ നാടിന് വേണ്ടിയിട്ടുള്ളതാണ്, ജനനന്മക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള ഉറച്ച ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും നടത്തിയ പോരാട്ടങ്ങൾ വെറുതെ ആയിട്ടില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അത് മാത്രമല്ല, ഇതൊരു സമരം എന്നുള്ളതിനപ്പുറത്തോട്ട് മട്ടന്നൂരിനകത്തായാലും കണ്ണൂർ ജില്ലക്കകത്തായാലും ഞങ്ങൾ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഷുഹൈബിൻ്റെ നാമധേയത്തിൽ അവിടെയുള്ള നിർദ്ധരായിട്ടുള്ള ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് ഞങ്ങൾ വീട് എടുത്ത് നൽകിയിട്ടുണ്ട്. അത് ഓണമായാലും വിഷുവായാലും ക്രിസ്മസ് ആയാലും പെരുന്നാളായാലും അവിടെയുള്ള ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് ഞങ്ങൾ പബ്ലിസിറ്റി ഒന്നും കൊടുക്കാത്ത തരത്തിൽ പല കാര്യങ്ങളും ചെയ്തു വരുന്നുണ്ട്. നാടിനകത്ത് ഏതൊക്കെ തരത്തിൽ ഗവൺമെന്റ് ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു പഞ്ചായത്ത് സംവിധാനം ഇല്ലാതാവുന്ന സാഹചര്യത്തിൽ, മട്ടന്നൂരിനെ സംബന്ധിച്ചിടത്തോളം 8 മണ്ഡലവും 8 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയാണ്. മുഴുവൻ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഈ ഇടതുപക്ഷത്തിന്റെ ഭരണം അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ പൊറുതിമുട്ടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊന്നും ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കുമ്പോൾ അതിന് പോലും ഇടപെടുന്ന സാഹചര്യം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ ഒരു സമരം ഒരു ഭാഗത്തും സേവനം ഒരു ഭാഗത്തും നിർത്തിയിട്ട് പോകുന്നതാണ് ഞങ്ങളൊക്കെ ശൈലി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ജനാധിപത്യ വിശ്വാസികളെ മുഴുവൻ പിന്തുണയും ഞങ്ങൾക്ക് ആർജിച്ചെടുക്കുവാൻ വേണ്ടി ഇന്നും സാധിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു സമരം നടത്തിയത് കൊണ്ട് അത് വെറുതെ ആയിപ്പോയി എന്നുള്ള തോന്നൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവസാനമായി നമ്മുടെ ഈ കുറ്റപത്രം എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു വിഷയമായി മാറിയിരിക്കുന്നത്. ആ കുറ്റപത്രം ഇനിയെങ്കിലും തൻ്റെ ഇടമുണ്ടെങ്കിൽ സമർപ്പിക്കണം എന്ന് സർക്കാരിനോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? 100%. ഞാൻ കേരളത്തിലെ പോലീസ് പരാജയപ്പെട്ടു പോയി എന്ന് ഈ വിഷയത്തിനകത്തെങ്കിലും ഞാൻ പറയുമ്പോൾ പൂർണ്ണമായി പരാജയമാണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹവും എല്ലാ ദിവസവും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് കേരളത്തിലെ ഇത്രയും വലിയൊരു കേസിനകത്ത് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട കേസിനകത്തെ പ്രതികൾക്ക് പോലും എതിരെയുള്ള കുറ്റപത്രം പോലും കൊടുക്കാൻ വേണ്ടി കേരളത്തിലെ പോലീസ് തയ്യാറാവുന്നില്ല. ഞാൻ കുറ്റക്കാരനാണെങ്കിൽ എന്നെ ശിക്ഷിക്കണം, ഞാൻ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടുള്ള നീതി കേരളത്തിലെ പോലീസ് നേടിത്തരണം. ഇതിനു വേണ്ടിയിട്ടാണ് കോടതിക്ക് മുമ്പിലേക്ക് നമ്മൾ പോകേണ്ടത്. പക്ഷെ കോടതിക്ക് മുമ്പിൽ കുറ്റപത്രം പോലും സമർപ്പിക്കാൻ സാധിക്കാത്തൊരു പോലീസ് തികഞ്ഞ പരാജയപ്പെട്ടു പോയി എന്നുള്ളത് മാത്രമാണ് ഈ വിഷയത്തിനകത്ത് പറയേണ്ടത്. ഏതായാലും യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് സർക്കാരിനോട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട്, ആഭ്യന്തരമന്ത്രിയോട് നെഞ്ചും വിരിച്ച് പറയുകയാണ്, ഞങ്ങളെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കൂ, ആ കുറ്റപത്രമെങ്കിലും ഒന്ന്
സമർപ്പിക്കൂ എന്നുള്ളതാണ്. പോരാടാൻ തന്നെ ഉറച്ചു നിൽക്കുന്ന ഫർസീൻ മജീദ് പറഞ്ഞതും അതുതന്നെയാണ്. അദ്ദേഹത്തിന്റെ പോരാട്ട വീതിയിൽ നല്ലതു മാത്രം പ്രതീക്ഷിച്ചു ചെയ്തത് ഒരുപക്ഷെ അധ്യാപന ജീവിതത്തിൽ അത് ബാധിക്കാതിരിക്കണം എന്നു തന്നെയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. കാരണം അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് ഒരുപാട് കുട്ടികൾ, ഒരു സമൂഹം കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫർസീൻ മജീദ് പറയാനുള്ളത് മീഡിയ ഗ്രാമത്തോട് പറഞ്ഞിരിക്കുന്നു.